നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തലമുടി പൊഴിയുന്നതിന് മരുന്ന് വാങ്ങിക്കഴിക്കുന്ന പുരുഷന്മാർ സൂക്ഷിക്കുക. ഇത്തരം മരുന്നുകൾ ലൈംഗികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പഠനം. പ്രായമായവരെ ബാധിക്കുന്ന കാഴ്ചക്കുറവിന് പരിഹാരമാകുന്നു. ഗമ്മ അമ്നോബ്യൂട്ടിക് ആസിഡിന്റെ സാന്നിധ്യം കുറച്ച് കാഴ്ചശക്തി വീണ്ടെടുക്കാമെന്ന നിരീക്ഷണം. ഓർമ്മയ്ക്കും ബുദ്ധിക്കും ഞാവൽപ്പഴം അത്യുത്തമമെന്ന പഠനം. തലമുടി പൊഴിയുന്നതിന് മരുന്ന് വാങ്ങിക്കഴിക്കുന്ന പുരുഷന്മാർ സൂക്ഷിക്കുക. ഇത് നിരവധി ലൈംഗികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത്. മരുന്ന് നിർത്തി കഴിഞ്ഞ ശേഷവും ഈ പ്രശ്നം നീണ്ട നാൾ തുടരുന്നതായും കണ്ടെത്തി. പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കത്തിനും മുടി പൊഴിച്ചിൽ സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങൾക്കുമായി നൽകി വരുന്ന ഫിനാസ്റ്റെറൈഡ്, ഡെസ്റ്റാസ്റ്റെറൈഡ് എന്നീ രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന മരുന്നാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അമേരിക്കയിലെ നോർത്ത് വെസ്റ്റേൺ സർവകലാശാലയിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ. പ്രായമായവരെ ബാധിക്കുന്ന കാഴ്ചക്കുറവിന് പരിഹാരമാകുന്നു. പ്രായമാകുമ്പോൾ സീബ്ര മത്സ്യത്തിലുണ്ടാകുന്ന ചില രാസമാറ്റങ്ങൾ ഗവേഷണ വിധേയമാക്കുകയായിരുന്നു. ഗമ്മ അമ്നോബ്യൂട്ടിക് ആസിഡിന്റെ സാന്നിധ്യം കുറച്ചാൽ വാർദ്ധക്യത്തിലുണ്ടാകുന്ന കാഴ്ചക്കുറവിനെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഗവേഷകരുടെ വാദം. കാഴ്ചയുടെ രംഗത്ത് ഈ മുന്നേറ്റം വലിയ വിപ്ലവമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എല്ലാത്തരം തലവേദനയ്ക്കും സ്കാനിംഗ് ആവശ്യമാണോ എന്നതാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കുമാരപുരത്തെ അനുഗ്രഹം ന്യൂറോ കെയറിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ റോബർട്ട് മാത്യു ആണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, തലവേദന എന്ന് പറയുന്ന സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ്. ഒരിക്കൽ പോലും തലവേദന വരാത്തതായിട്ട് പൊതുവെ ആരും തന്നെ ഉണ്ടാകില്ല. എല്ലാത്തരം തലവേദനയും പ്രശ്നക്കാരാണോ? തലവേദനയെ പൊതുവായി രണ്ടായിട്ട് തിരിക്കാം. പ്രൈമറി ഹെഡ് ഏക്ക് സിൻഡ്രോംസ് എന്ന് പറയും. നമ്മുടെ ഈ മൈഗ്രെയിൻ അഥവാ കൊടിഞ്ഞു കുത്തുന്നറിയപ്പെടുന്ന തലവേദന, ടെൻഷൻ കൊണ്ടുവരുന്ന മസിൽ ടെൻഷൻ എന്ന് പറയുന്ന തലവേദന, ഇതൊക്കെ പ്രൈമറി ഹെഡ് ഏക്ക് സിൻഡ്രോംസ് എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അതേസമയം സെക്കൻഡറി ഹെഡ് ഏക്ക് സിൻഡ്രോംസ് മറ്റൊരു കാറ്റഗറിയുണ്ട്. ഇപ്പോൾ ഈ സെക്കൻഡറി ഹെഡ് ഏക്ക് സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പല്ലുവേദന കൊണ്ടുവരുന്ന തലവേദന, അല്ലെങ്കിൽ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന തലവേദന തുടങ്ങി ഈ തലച്ചോറിനുള്ളിൽ അണുബാധ വന്നിട്ട് വരുന്ന മെനിഞ്ചൈറ്റിസ് എന്നുള്ള അസുഖത്തിൻ്റെ ഫലമായി വരുന്ന തലവേദന, തലച്ചോറിനുള്ളിൽ ട്യൂമർ വന്നിട്ട് വരുന്ന തലവേദന, ഇതെല്ലാം സെക്കൻഡറി ഹെഡ് ഏക്ക് സിൻഡ്രോംസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ പ്രൈമറി ഹെഡ് ഏക്ക് സിൻഡ്രോംസ് കുഴപ്പമില്ലാത്ത തലവേദനയാണ്. സെക്കൻഡറി ഹെഡ് ഏക്ക് സിൻഡ്രോംസ് കുഴപ്പം പിടിച്ച തലവേദനയാണ്. അപ്പോൾ കൂടുതൽ പരിശോധനകൾ ആവശ്യം വരുന്നത് എപ്പോഴും ഈ സെക്കൻഡറി ഹെഡ് ഏക്ക് സിൻഡ്രോംസിനാണ്. ഡോക്ടർ പറഞ്ഞു ഈ 90% തലവേദനയും പ്രശ്നം പിടിച്ച തലവേദന അല്ല എന്ന്. അത്തരം തലവേദനകളെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അതെ, സാധാരണ നമ്മൾ കാണുന്ന തലവേദനകളൊക്കെ തന്നെയും പ്രശ്നം ഇല്ലാത്ത തലവേദന ആവാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ഒരാളുടെ ഒരു ജീവിതത്തിൽ മൊത്തത്തിൽ ഒരാൾക്ക് തലവേദന വരേണ്ട സാധ്യത ഒരു 66% ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അതായത് 100 പേരെ അവരുടെ ജീവിതകാലം മുഴുക്കിയ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലൊരു 60-70 പേർക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ തലവേദന വന്നിരിക്കും. ഇതിൽ ഒരു 20-30 ഇടയ്ക്ക് ശതമാനം ആൾക്കാർക്ക് വരുന്നതാണ് ഈ മൈഗ്രെയിൻ അഥവാ കൊടിഞ്ഞു കുത്തെന്ന് പറയുന്ന തലവേദന. അതേസമയം ഒരു 60-70% പേർക്കും വരുന്ന തലവേദനയാണ് മസിൽ ടെൻഷൻ ഹെഡ് ഏക്ക്, അല്ലെങ്കിൽ മസിൽ കൺട്രാക്ഷൻ ഹെഡ് ഏക്ക് അഥവാ ടെൻഷൻ ഹെഡ് ഏക്ക് എന്ന് പറയുന്ന ഒരു തരം തലവേദന. ഇനി ഒരു 1-2% പേർക്ക് ക്ലസ്റ്റർ ഹെഡ് ഏക്ക് എന്ന് പറയുന്ന ഒരു തരം തലവേദന വരാറുണ്ട്. ഈ 3 തലവേദനകളും കൂടി ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു പക്ഷേ തലവേദന വരുന്നതിൻ്റെ ഒരു 90% ആയിക്കഴിഞ്ഞു. അപ്പോൾ ഈ തലവേദനകൾ 3 തന്നെയും പ്രശ്നം ഉണ്ടാക്കാത്ത തലവേദനയാണ്, അഥവാ ഈ പ്രൈമറി ഹെഡ് ഏക്ക് സിൻഡ്രോംസ് എന്ന കാറ്റഗറിയിൽ വരുന്ന തലവേദനയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 90% തലവേദനകൾക്കും വലിയ ഈ പ്രശ്നമില്ലാത്ത തലവേദന എന്ന് പറയുമ്പോൾ അത് രോഗനിർണയത്തിന് വലിയ പരിശോധനകളൊന്നും ആവശ്യമില്ലാത്ത തലവേദനകളാണത്. വെറുതെ ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതായത് രോഗിയോട് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അത്യാവശ്യത്തിനുള്ള ഒരു പരിശോധന, വൈദ്യപരിശോധനയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 3 വിഭാഗത്തിൽപ്പെടുന്ന തലവേദനയും നമുക്ക് രോഗനിർണയം നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കാനിങ് പോലെയുള്ള സങ്കീർണമായ പരിശോധനകളൊന്നും ഇത്തരത്തിലുള്ള തലവേദനക്കാർക്ക് ആവശ്യമില്ല. അപ്പോൾ ആ രീതിയിൽ പറയുകയാണെങ്കിൽ 90% തലവേദനയ്ക്ക് വലിയ പരിശോധനകൾ ആവശ്യമില്ല. 90% തലവേദനകൾ പ്രശ്നമില്ലാത്ത തലവേദനകളാണ്.
ഈ, പ്രശ്നമില്ലാത്ത തലവേദനയുടെ കാര്യം പറഞ്ഞു. പ്രശ്നമുള്ളവയിലേക്ക് വരാം. അതിനു മുൻപ് തലവേദന പലപ്പോഴും പല ആളുകളും സ്വന്തമായി ചികിത്സിക്കുന്ന ഒരു അസുഖമാണ്. ഒരു പാരസെറ്റമോൾ ഉണ്ടെങ്കിൽ തലവേദന തീർത്ത് കളയാം എന്നാണ് പലരുടെയും ചിന്ത. അത്രത്തോളം നിസാരമായി തള്ളിക്കളയാൻ സാധിക്കുമോ തലവേദനകളെ? തലവേദനകൾ ഒരു പക്ഷേ ചികിത്സ ആവശ്യമില്ലാത്തത്, അല്ലെങ്കിൽ അത്യാവശ്യത്തിന് ഒരു പാരസെറ്റമോൾ മാത്രം കഴിച്ച് ചികിത്സിക്കാൻ പറ്റുന്ന തരം തലവേദനകൾ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഒരു പക്ഷേ നല്ലൊരു ശതമാനം പോലും അത്തരത്തിലുള്ള തലവേദനകളായിരിക്കാം. പക്ഷേ സ്വന്തമായി ചികിത്സിക്കുന്നത് എപ്പോഴും പ്രശ്നത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏത് തലവേദനയാണെങ്കിലും ഡോക്ടറിനെ കാണുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഡോക്ടറിനെ കണ്ട് അതിൻ്റെ തലവേദനയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിച്ച് അത് കുഴപ്പം പിടിച്ച തലവേദനയാണോ കുഴപ്പമില്ലാത്ത തലവേദനയാണോ എന്ന് തീരുമാനിക്കുക. ഇനി കുഴപ്പമില്ലാത്ത തലവേദനയാണെങ്കിൽ തന്നെ എന്ത് തരത്തിലുള്ള മരുന്നാണ് വേണ്ടത്, മരുന്ന് ആവശ്യമുണ്ടോ? എല്ലാ തലവേദനയ്ക്കും മരുന്ന് ആവശ്യം കൂടിയേ തീരുന്നില്ല. പക്ഷേ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറിനെ കാണുക എന്നുള്ളത് തലവേദനയുടെ ചികിത്സയിൽ എപ്പോഴും പ്രധാനം തന്നെയാണ്. ഇപ്പോൾ ഡോക്ടറെ കണ്ട് അതനുസരിച്ചുള്ള ഒരു തീരുമാനം ആയിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കാണേണ്ട കാര്യമില്ല, എപ്പോഴും പരിശോധനകൾ ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ നേരിട്ട് തലവേദനയ്ക്ക് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതിനകത്ത് പല അപകടങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് കുഴപ്പമില്ലാത്ത തലവേദന എന്ന് കരുതുന്നത് ഒരു പക്ഷേ കുഴപ്പമുള്ള തലവേദന ആയിരിക്കും. അത് നമ്മുടെ ഒരു കണക്കുകൂട്ടലല്ലേ കുഴപ്പമില്ലാത്തെന്നുള്ളത്. അപ്പോൾ ഡോക്ടർ കണ്ടിട്ട് തീരുമാനിക്കുന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേവല വേദന സംഹാരികൾ, പാരസെറ്റമോൾ പോലെയുള്ള വേദന സംഹാരികൾ കഴിച്ചുകൊണ്ടിരിക്കുകയും പക്ഷേ തലവേദന ക്രമേണ കൂടി മറ്റ് പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വേദന സംഹാരികൾ അമിതമായി കഴിക്കുമ്പോൾ, അപ്പോൾ ഓരോന്നിനും ഓരോ കണക്കുണ്ടല്ലോ. ഒരു ദിവസം ഇത്ര ഗുളിക കഴിക്കാം, അല്ലെങ്കിൽ ഒരു മാസം ഇത്രത്തോളം കഴിക്കാം എന്നൊക്കെയുള്ള ചില കണക്കുകളുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ഒരു കണക്കനുസരിച്ചായിരിക്കില്ല പലപ്പോഴും രോഗി മരുന്ന് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ വേദന സംഹാരികൾ തന്നെ തലവേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം വരാം. അപ്പോൾ അതിനകത്ത് അനാൽജസിക് അബ്യൂസ് ഹെഡേക്ക് എന്ന് പറയും. അപ്പോൾ കുറച്ച് ദിവസം കഴിക്കുമ്പോഴേക്കും വേദന സംഹാരി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ വരുന്നു. അത് കഴിച്ചാലും തലവേദന കുറയാത്ത സാഹചര്യം വരുന്നു. അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ അത് തന്നെ തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യം വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ വേദനയാണെങ്കിലും വലിയ വേദനയാണെങ്കിലും സ്വയം ചികിത്സ, അല്ലെങ്കിൽ നേരിട്ട് വേദന സംഹാരി കൊണ്ടുള്ള ചികിത്സ പലപ്പോഴും പ്രശ്നത്തിലേക്ക് നയിക്കാറുണ്ട്. അതുകൊണ്ട് ഡോക്ടറിന് സഹായം എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഡോക്ടർ, സ്കാനിങ് വേണ്ട തലവേദനകൾ ഏതൊക്കെയാണ്? അവയെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? സ്കാനിങ് വേണ്ട തലവേദനകൾ അതിനുള്ള സൂചനകൾ പരിശോധനയിലൂടെ കിട്ടുന്നു, അത് ഒരു വശം. അതേസമയം സ്കാനിങ് വേണ്ടാത്ത തലവേദന, അപ്പോൾ അതിൻ്റെ സൂചനകൾ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഈ പരിശോധനയിലൂടെ ഇത് സ്കാനിങ് വേണ്ടാത്ത തലവേദനയുടെ കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ അത് സ്കാനിങ് വേണ്ട നമ്മൾ തീരുമാനിക്കുന്നു. അല്ല വേണ്ടതിൻ്റെ സൂചന കിട്ടുകയാണെങ്കിൽ സ്കാനിങ് വേണമെന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനിക്കുന്നു. ഇപ്പോൾ രണ്ടിനും വേറെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്കാനിങ് വേണ്ട തലവേദനകൾ പൊതുവേ പറയുകയാണെങ്കിൽ വളരെ കുറച്ച് തലവേദനകൾക്ക് സ്കാനിങ് ആവശ്യമുള്ളൂ, പ്രത്യേകിച്ച് ആരംഭത്തിൽ. ഇപ്പോൾ ആരംഭത്തിൽ തന്നെ വലിയ ഉഗ്രമായ ഒരു തലവേദനയായിട്ടാണ് തുടങ്ങുന്നതെന്ന് വെച്ചോളുക, പെട്ടെന്ന് തുടങ്ങുന്ന ഉഗ്രമായ തലവേദന. അപ്പോൾ അത് തലച്ചോറിനുള്ളിൽ രക്തസ്രാവം വന്നതിൻ്റെ ഒരു സൂചനയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന് പറയും, പെട്ടെന്ന് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ സ്കാനിങ് ആവശ്യമായി വരുന്നു. ഇനി ഈ തലവേദനയോടൊപ്പം മറ്റ് ചില രോഗലക്ഷണങ്ങൾ, അതിനെ ഫോക്കൽ ഡെഫിസിറ്റ്സ് എന്നാണ് പറയുക. ഈ തലവേദനയോടൊപ്പം ഏതെങ്കിലും ഒരു വശം തളർന്നു പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശത്ത് ബലക്കുറവ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ തലവേദന വരുമ്പോൾ അതിനോടൊപ്പം ഈ രണ്ടായിട്ട് കാണുന്ന ഒരു പ്രവണത വരിക, തലവേദനയോടൊപ്പം നാക്കിന് കുഴച്ചിൽ വരിക, അല്ലെങ്കിൽ തലവേദനയോടൊപ്പം നടക്കുമ്പോൾ ഒരു ബാലൻസ് ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പോവുക. അപ്പോൾ ഇതൊക്കെ കേവലം തലവേദനയ്ക്ക് അപ്പുറം തലച്ചോറിൽ മറ്റെന്തോ ഒരു പ്രശ്നമുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ സ്കാനിങ് ആവശ്യമായി വരുന്നു. തലവേദനയോടൊപ്പം രോഗി അമിതമായ മയക്കത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നെങ്കിൽ അത് ചിലപ്പോൾ മാരകമായ ചില അസുഖങ്ങളുടെ തന്നെ സൂചനയായിരിക്കാം. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ സ്കാനിങ് ചെയ്യേണ്ടി വരുന്നു. തലവേദനയോടൊപ്പം പനിയുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ അത് ഈ മൈഗ്രെയിൻ എന്നുള്ള തലവേദന പനി വരുമ്പോൾ കൂടാറുണ്ട്. അതേസമയം മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ എൻകഫലൈറ്റിസ് തുടങ്ങിയ തലച്ചോറിന് അണുബാധ ഉണ്ടാക്കുന്ന ചില രോഗങ്ങൾ, അപ്പോൾ അതൊക്കെ മാരകമായി തീരാൻ സാധ്യതയുള്ള രോഗങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള രോഗങ്ങൾ നമ്മൾ സംശയിക്കുന്നു തലവേദനയോടൊപ്പം പനിയും കൂടി വരികയാണെങ്കിൽ. അപ്പോൾ പനിയും തലവേദനയും ഒരുമിച്ച് വരുന്ന സാഹചര്യങ്ങൾ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്കാനിങ് വേണ്ടി വരുന്നു. പിന്നെ ഈ എവിടെയെങ്കിലും ക്യാൻസർ ബാധിച്ച്
അതിനുള്ള ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ചികിത്സ എടുക്കാത്ത രോഗിയായിരിക്കാം, പക്ഷേ ക്യാൻസർ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ ബാധിച്ചിട്ടുള്ള രോഗികൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തലവേദന വരുമ്പോൾ അത് ക്യാൻസർ തലച്ചോറിലേക്ക് ബാധിച്ചതിൻ്റെ വേദനയാണോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നു. അപ്പം അത്തരം സാഹചര്യം ക്യാൻസറുള്ള രോഗികൾക്ക് തലവേദന വരുമ്പോൾ സ്കാനിങ് അവർക്ക് ആവശ്യമായി വരാറുണ്ട്. അതുപോലെ ഈ HIV തുടങ്ങിയ രോഗങ്ങളുണ്ടല്ലോ, നമ്മുടെ ഈ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ കുറയ്ക്കുന്ന ചില രോഗങ്ങൾ, അല്ലെങ്കിൽ ചില രോഗങ്ങൾക്ക് വേണ്ടി മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ സ്റ്റീറോയിഡ്സ് എന്നുള്ള മരുന്ന് കഴിക്കുക, ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്ന ചില അവസ്ഥകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് തലവേദന വരികയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് തലച്ചോറിനുള്ളിൽ എന്തെങ്കിലും അണുബാധ വരുന്നതിൻ്റെ സൂചനയായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്കാനിങ് ആവശ്യമായി വരുന്നു. പിന്നെ പൊതുവേ 50 വയസ്സിന് മുകളിലൊക്കെ അതുവരെ തലവേദന ഇല്ലായിരുന്നു. ആദ്യമായിട്ട് ഒരു 50 വയസ്സൊക്കെ ആയപ്പോഴേക്കും ആദ്യമായി തലവേദനയുടെ ലക്ഷണം കാണുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും ഒരു പക്ഷേ സ്കാനിങ് ചെയ്യേണ്ട സാഹചര്യം വരുന്നു. അപ്പോൾ ഇങ്ങനെ ചില സൂചനകൾ, ചില പ്രായത്തിൽ വരുന്ന തലവേദനകൾ, തീവ്രമായി വരുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തീവ്രമായി വരുന്ന തലവേദനകൾ, മറ്റ് ചില രോഗങ്ങൾ ഉള്ള സാഹചര്യത്തിൽ വരുന്ന തലവേദനകൾ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് സ്കാനിങ്ങിനുള്ള ഒരു സൂചനയാണ്. എല്ലാതരം തലവേദനയ്ക്കും സ്കാനിങ് ആവശ്യമാണോ? ഈ വിഷയമാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ച തുടരും ഇടവേളയ്ക്ക് ശേഷം. ഒരു കുഴപ്പമില്ലാത്ത സാധാരണക്കാരൻ ഒരിക്കലും കൊല്ലപ്പെടില്ല സതീഷ്. അത് പഴയ ഒരു തിയറിയാണ്. ഒരു കൊലക്കേസ് എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള വ്യഗ്രത എല്ലാ പോലീസുകാർക്കും ഉണ്ട്. കാളിഗണ്ഡകി ഫെബ്രുവരി 13 തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8 മണിക്ക്. എല്ലാത്തരം തലവേദനയ്ക്കും സ്കാനിങ് ആവശ്യമാണോ എന്നതാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കുമാരപുരത്തെ അനുഗ്രഹം ന്യൂറോ കെയറിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ റോബർട്ട് മാത്യു ആണ്. ഡോക്ടർ, ഈ സ്കാനിങ് ആവശ്യമില്ലാത്ത തലവേദന എന്ന് എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്? സ്കാനിങ് ആവശ്യമുള്ള തലവേദനയെക്കുറിച്ചാണല്ലോ തൊട്ട് മുമ്പുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പറഞ്ഞ വിഭാഗത്തിൽ പെടാത്ത തലവേദനകൾക്കൊന്നും സ്കാനിങ് വേണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാം. അതേസമയം ചില പ്രത്യേക സൂചനകൾ ഉണ്ടെങ്കിൽ, തലവേദനയുടെ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സ്കാനിങ് വേണ്ട എന്ന് നമുക്ക് കുറച്ചുകൂടി ഒരു ധൈര്യത്തോടു കൂടി സ്കാനിങ് വേണ്ട എന്ന് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ടുള്ള പ്രത്യേക ലക്ഷണങ്ങളുണ്ട്. പക്ഷേ സാമാന്യേന പറയുകയാണെങ്കിൽ തലവേദനയുടെ ട്രീറ്റ്മെൻറ്റിന് അതിനുള്ള ആദ്യത്തെ ഫസ്റ്റ് ലൈൻ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ സ്കാനിങ് വരുന്നില്ല. അപ്പോൾ സ്കാനിങ് വരാത്ത എല്ലാ തലവേദനയും തന്നെയും സ്കാനിങ് ആവശ്യമില്ലാത്തതാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചികിത്സ തുടങ്ങുന്നത്. അതിൽ ചിലതിന് സ്കാനിങ് വേണം എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് പ്രൈമറി ഹെഡ് ഏക്ക് സിൻഡ്രോംസ്, അതായത് ചില പ്രത്യേക രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന തരം തലവേദനകൾ. അപ്പോൾ പ്രൈമറി ഹെഡ് ഏക്ക് സിൻഡ്രോംസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് തലവേദന ഉണ്ടാക്കുന്നത്. അതിനൊന്നിനും തന്നെയും സ്കാനിങ് ആവശ്യമില്ല. പ്രൈമറി ഹെഡ് ഏക്ക് സിൻഡ്രോമിൽ നമുക്ക് ഒരുപക്ഷെ ഏറ്റവും പരിചിതമായിട്ടുള്ളത് മൈഗ്രെയിൻ, കൊടിഞ്ഞിക്കുത്ത് അല്ലെങ്കിൽ ചെന്നിക്കുത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള തലവേദനയാണ്. അപ്പോൾ ഈ രോഗിയുടെ ലക്ഷണങ്ങൾ മൈഗ്രെയിനിൻ്റെ ലക്ഷണങ്ങളാണെന്ന് വെച്ചുകൊള്ളുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്കാനിങ് വേണ്ട എന്ന് തീരുമാനിക്കാം. മൈഗ്രെയിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം അത് തലയുടെ ഏതെങ്കിലും ഒരു വശത്തെ കേന്ദ്രീകരിച്ച് വരുന്നുള്ളതാണ്. ചിലപ്പോൾ ഇടതുവശമായിരിക്കും, ചിലപ്പോൾ വലതുവശമായിരിക്കും. അത് മാറിയും തിരിഞ്ഞും വരാം. ഒരേ രോഗിക്ക് തന്നെ ചിലപ്പോൾ ഒരു വശവും ചിലപ്പോൾ മറ്റൊരു വശമായിരിക്കാം. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് വരികയും അതിന് ത്രോബിങ് നേച്ചർ എന്ന് പറയും. ഇങ്ങനെ ഈ ഒരു തുടിപ്പ് നമുക്ക് അനുഭവപ്പെടും. ആ വേദനയുടെ കൂടെ ആ ഭാഗത്ത് തുടിപ്പ് അനുഭവപ്പെടുക, നല്ല വേദന ഉണ്ടാവുക. ഈ വേദനയോടൊപ്പം നോസിയ, വോമിറ്റിംഗ്, ഛർദ്ദിക്കാനുള്ള പ്രവണത അല്ലെങ്കിൽ സാക്ഷാൽ ഛർദ്ദിൽ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കുക. പിന്നെ ഈ വേദന വരുമ്പോൾ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ അല്ലെങ്കിൽ വെളിച്ചം കണ്ടാൽ വേദന കൂടാനുള്ള പ്രവണത ഉണ്ടായിരിക്കുക. അതിന് ഫോട്ടോഫോബിയ അങ്ങനെ പറയും. ഈ വേദനയുള്ള ആ ഒരു സാഹചര്യത്തിൽ, വേദനയുള്ള സമയത്ത് എന്തെങ്കിലും ആയാസപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ വേദന വർദ്ധിക്കുക. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ തന്നെയും വളരെ വളരെ ടിപ്പിക്കലായിട്ട് മൈഗ്രെയിൻ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു വേദന ഒരു 4 മണിക്കൂറോ അതിന് കൂടുതലോ അങ്ങനെ നീണ്ടു നിൽക്കുകയും
അതേസമയം ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 72 മണിക്കൂർ അതിനപ്പുറം പോവാതെ ഇത് താനെ മാറുകയും ചെയ്യുകയാണെങ്കിൽ ഇത് മൈഗ്രെയിൻ ആണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഈ പറഞ്ഞ പ്രത്യേക ലക്ഷണങ്ങളും പിന്നെ വിട്ട് വരാനുള്ള ഒരു പ്രവണതയും, അതായത് മരുന്ന് കഴിച്ചില്ലെങ്കിലും ആ തലവേദന കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് മാറുന്നു, അതേസമയം കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും വരുന്നു, അങ്ങനെ. അപ്പോൾ എപ്പിസോഡിക്കായിട്ട് ഈ വീണ്ടും വരുന്ന ഒരു തരം തലവേദന ഈ മേൽ പറഞ്ഞ രോഗലക്ഷണങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ അത് മൈഗ്രെയിൻ്റെ ലക്ഷണമാണെന്നുള്ളതിനകത്ത് വലിയ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൈഗ്രെയിൻ തലവേദനയ്ക്ക് സ്കാനിങ് വേണ്ട എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഇതേ ജാതി തലവേദന എന്നാൽ ഇതിനേക്കാളും വളരെ വീര്യം കുറഞ്ഞ രീതിയിൽ വരുന്നു. ഇപ്പോൾ പറഞ്ഞത് തലയുടെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് വരുന്ന തലവേദനയാണ്. ഈ തലവേദന തലയുടെ 2 ഭാഗത്തേക്കുമായിട്ട് വരുന്നു. അതേസമയം വളരെ വീര്യം കുറഞ്ഞ രീതിയിലാണ് ഇത് വരുന്നത്. ഈ വലിയ വേദന ഉണ്ടാക്കുന്നില്ല, ആ തുടിപ്പെന്ന് പറഞ്ഞ ആ ലക്ഷണം ഇല്ല. അപ്പോൾ തലയെ മൊത്തത്തിൽ ബാധിക്കുന്ന വീര്യം കുറഞ്ഞ തുടിപ്പൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു തലവേദനയുണ്ട്. അതിനാണ് മസിൽ ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മസിൽ ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുന്നത് ഈ തലച്ചോറിന് ചുറ്റുമുള്ള കുറേ പേശികൾ ഇങ്ങനെ വലിഞ്ഞു മുറുകുന്നതിൻ്റെ ഫലമായിട്ട് തലയോട്ടിക്ക് ചുറ്റുമുള്ള, തലച്ചോറിന് മുകളിൽ തലയോട്ടിയാണ്, ഈ തലയോട്ടിക്ക് ചുറ്റും കുറേ പേശികളുണ്ട്, അതിങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ട് വലിഞ്ഞു മുറുകുമ്പോൾ വരുന്ന ഒരു തരം തലവേദനയാണ് ഈ മസിൽ ടെൻഷൻ ഹെഡേക്ക്. ആ മസിൽ ടെൻഷൻ ഹെഡേക്ക് ഒരു 30 മിനിറ്റ് തൊട്ട് അത് കുറച്ച് മണിക്കൂറുകളായിട്ട് ഇങ്ങനെ നിൽക്കാവുന്നതാണ്. അതും ഇതുപോലെ കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ താനെ അങ്ങ് മാറുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് വീണ്ടും മാറുന്നു. അങ്ങനെ എപ്പിസോഡിക്കായിട്ട് വന്നും പോയി നിൽക്കുന്ന മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളുള്ള തലവേദന, അതാണ് മസിൽ ടെൻഷൻ ഹെഡേക്ക്. മസിൽ ടെൻഷൻ ഹെഡേക്കിന് നമുക്ക് സ്കാനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഭൂരിപക്ഷം തലവേദനയും മസിൽ ടെൻഷൻ ഹെഡേക്ക് കൊണ്ടാണ് വരുന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിന് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും പാരസ്റ്റമോൾ പോലുള്ള ഒരു വേദന സംഹാരി മാത്രം മതിയാവും ഈ മസിൽ ടെൻഷൻ ഹെഡേക്ക് ചികിത്സിക്കാൻ. പിന്നെ ഷോർട്ട് ലാസ്റ്റിംഗ് ഹെഡേക്ക് സിൻഡ്രോംസ് എന്ന് പറയുന്ന കുറച്ച് സമയം മാത്രം നിൽക്കുന്ന, അതായത് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം വന്നാൽ 3 മണിക്കൂർ വരെ നിൽക്കുന്ന ഒരു തരം തലവേദന ഉണ്ട്. അത് തലവേദനയുടെ ഒരു ഭാഗത്തായിരിക്കും വരിക, ശക്തമായ രീതിയിൽ വരും, വന്ന് ഈ പറഞ്ഞ സമയം കൊണ്ട് അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ വേദന വന്നതിൻ്റെ സൂചന പോലും ബാക്കിയില്ല, വളരെ നോർമലായി. അത് കഴിഞ്ഞ് പക്ഷേ വീണ്ടും വരും. അപ്പോൾ ഒരേ ദിവസം തന്നെ ഇത് പലതവണ ആവർത്തിക്കാം. അപ്പോൾ കുറച്ച് സമയം മാത്രം നിൽക്കുന്ന തലച്ചോറിൻ്റെ ഒരു ഭാഗം, തലയുടെ ഒരു ഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ച് വരുന്ന ശക്തമായ തലവേദന, പക്ഷേ അത് കുറച്ച് കഴിഞ്ഞ് താനെ മാറുന്നു, വീണ്ടും വരുന്നു, അത്തരത്തിലുള്ള തലവേദന. അതും പ്രൈമറി ഹെഡേക്ക് സിൻഡ്രോമാണ്. സാധാരണ ഇതിന് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്ന ഒരു തരം തലവേദനയുടെ ലക്ഷണമാണിത്. അതും നമുക്ക് സ്കാനിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ പറഞ്ഞ ചില പ്രത്യേക തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ, അത് മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങളാവട്ടെ, അല്ലെങ്കിൽ മസിൽ ടെൻഷൻ ഹെഡേക്കിൻ്റെ ലക്ഷണങ്ങളാവട്ടെ, അല്ലെങ്കിൽ ക്ലസ്റ്റർ ഹെഡേക്കിൻ്റെ ലക്ഷണങ്ങളാവട്ടെ, അപ്പം അത്തരത്തിലുള്ള ലക്ഷണങ്ങളാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഇന്ന തലവേദനയാണ്, അതുകൊണ്ട് തന്നെ ഇതിന് സ്കാനിങ് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഡോക്ടറിന് തീരുമാനമെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് സ്കാനിങ് വേണ്ട എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ. പലപ്പോഴും ഇത്തരം തലവേദനകൾ ഇങ്ങനെ വർഷങ്ങളോളം നിൽക്കാം, മാസങ്ങളോളം നിൽക്കാം, വർഷങ്ങളോളം നിൽക്കാം. അപ്പോൾ രോഗികൾ ചിലരെങ്കിലും പരാതി പറയുന്നതായിട്ട് കേൾക്കാറുണ്ട്, ഇത്രയും വർഷം ഈ തലവേദന ഉണ്ടായിട്ടും ആ ഡോക്ടർ ഒരിക്കൽ പോലും ഒരു സ്കാൻ എടുക്കാൻ പറഞ്ഞില്ല എന്നുള്ളത്. അത് ഇത്തരം തലവേദനകളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്, ഇതിങ്ങനെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നിൽക്കുക എന്നുള്ളതിന്. അപ്പം അതും ഈ തരം തലവേദനയുടെ ഒരു രീതിയാണ്. അപ്പം അത് ഇന്ന തരത്തിലുള്ള തലവേദനയാണ് എന്ന് ഡോക്ടറിന് കുറച്ചുകൂടി ഒരു ഉറപ്പ് നൽകുന്ന ഒരു രീതിയാണ് ഇത്രയും വർഷമായിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് അത്തരം തലവേദനകൾക്ക് സാധാരണ സ്കാനിംഗ് ഒന്നും എടുക്കാതിരിക്കുന്നത്. ഡോക്ടർ ഈ പറഞ്ഞു നിർത്തിയെടുത്താണ് ചോദിക്കേണ്ടത്, എന്ത് തരം തലവേദന ആയാലും അത് തീരുമാനിക്കേണ്ട ഒരു ഡോക്ടറാണ്. പക്ഷേ തനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് വരെ വന്ന് എന്തായാലും സ്കാനിങ് കൂടിയേ തീരൂ എന്ന് ശഠിക്കുന്ന ചുരുക്കം ചില ആളുകളുണ്ടല്ലോ, അത്തരത്തിലുള്ള പ്രവണത വർദ്ധിച്ചു വരികയല്ലേ? അത് തീർച്ചയായിട്ടും അത് ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടും ഞാൻ അതിനെ മിസ്ഇൻഫർമേഷൻ, ഈ കിട്ടുന്ന വിവരങ്ങൾ എല്ലാം കൃത്യമായ വിവരങ്ങളായിരിക്കില്ലല്ലോ കിട്ടുന്നത് നമുക്ക് പല രീതിയിൽ നിന്നും. അതുകൊണ്ട് തന്നെ രോഗികൾക്കിപ്പോൾ പൊതുവേ ഈ തലവേദനയെക്കുറിച്ച് അമിതമായ ഒരു ഭയമുണ്ട്, പ്രത്യേകിച്ച് ഈ ട്യൂമറിനെ ചുറ്റിപ്പറ്റിയുള്ളൊരു ഭയമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്കാനാണ് ട്യൂമർ ഉണ്ടോ ഇല്ലയെന്ന് അറിയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ സ്കാൻ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ പലപ്പോഴും തലവേദന തുടങ്ങുന്ന ഉടനെ തന്നെ അത് ട്യൂമറാണോ എന്നുള്ള ഒരു ഭയപ്പാടും, അതുകൊണ്ട് തന്നെ സ്കാൻ എടുക്കണമെന്നുള്ള ഒരു ചിന്തയൊക്കെ അത് ആ ഒരു പ്രവണത ഇപ്പോൾ വർദ്ധിച്ച് വരുന്നുണ്ട്. പിന്നെ പണ്ടത്തേക്കാളും ഇപ്പോൾ സ്കാൻ എടുക്കാനുള്ള സാഹചര്യം, ഇപ്പോൾ സ്കാൻ എടുക്കാൻ നമുക്ക് കൂടുതൽ സംവിധാനം ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇത് കാണാറുണ്ട്. പക്ഷേ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ ട്യൂമർ കൊണ്ടുള്ള തലവേദന സാധാരണഗതിയിൽ അതിങ്ങനെ എപ്പിസോഡിക്കല്ല, ഇങ്ങനെ വന്നും പോയി നിൽക്കുന്ന തലവേദന അല്ല. അത് വന്നു കഴിഞ്ഞാൽ അത് അങ്ങ് സ്ഥായിയായിട്ട് നിൽക്കും, അത് തുടർച്ചയായി നിൽക്കുന്ന ഒരു തലവേദനയാണത്. പിന്നെ മിക്കവാറും ട്യൂമർ തലവേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനോടൊപ്പം തന്നെ മറ്റ് ചില രോഗലക്ഷണങ്ങൾ, കൈക്കോ കാലിനോ ചെറിയ ബലക്കുറവായിട്ടോ, അല്ലെങ്കിൽ ചുണ്ടൽപ്പം കോടിപ്പോകുന്നതായിട്ടോ, അല്ലെങ്കിൽ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പോകുന്നതായിട്ടോ,
അല്ലെങ്കിൽ മയക്കം കൂടുന്നതായിട്ടോ ഇങ്ങനെയുള്ള ചില രോഗലക്ഷണങ്ങളോടൊപ്പമാണ് പൊതുവേ ട്യൂമറിൻ്റെ തലവേദന വരുന്നത്. അപ്പോൾ ഈ സാധാരണ മൈഗ്രെയിൻ തലവേദനയുടെ ലക്ഷണങ്ങളൊക്കെ കുറച്ചൊക്കെ അതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും അത് ട്യൂമറിൻ്റെ തലവേദന അല്ല എന്നുള്ളത്. അപ്പം എന്ത് തലവേദന വന്നാലും അത് ട്യൂമറാണ് എന്നുള്ളൊരു ചിന്ത വേണ്ട. കാരണം നമ്മളിപ്പം ഈ മൈഗ്രെയിൻ തലവേദന എന്ന് പറയുമ്പോൾ അത് വർഷങ്ങളോളം നിൽക്കാം. അപ്പോൾ ഈ ഓരോ തവണ തലവേദന വരുമ്പോഴും അത് ട്യൂമറാണ് എന്നുള്ളൊരു ഭയപ്പാടിലാണ് നമ്മളത് നോക്കി കാണുന്നതെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു തവണ നമ്മൾ സ്കാൻ എടുത്തു, മാറ്റി, സംശയം മാറ്റി, പക്ഷേ വീണ്ടും കുറച്ച് കാലം കഴിഞ്ഞ് വീണ്ടും തലവേദന വരുമ്പോൾ വീണ്ടും ട്യൂമറാണെന്ന് ഭയപ്പെടുന്നു, വീണ്ടും സ്കാൻ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പം ആവർത്തിച്ച് സ്കാൻ എടുക്കാനുള്ള പ്രവണത, അതിനോടനുബന്ധിച്ച് ഇപ്പം CT സ്കാനാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് റേഡിയേഷൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. MRI സ്കാനാണെങ്കിൽ റേഡിയേഷൻ്റെ ഇഷ്യൂ ഇല്ല, ശരിയാണ്. പക്ഷേ അത് ഈ സ്കാനിംഗ് എന്നുള്ള പരിശോധന അത് ചിലവേറിയ പരിശോധനയാണ്. അപ്പോൾ അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആവശ്യമല്ല ഇല്ലാതെ മനസ്സിന് വരുന്ന ഭയപ്പാട്, സംഘർഷം, അപ്പോൾ ഇതൊക്കെയുണ്ട്. അതുകൊണ്ട് തലവേദനകളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറച്ച് ശതമാനം പേർക്ക് മാത്രമാണ് ഈ ട്യൂമർ കൊണ്ടുള്ള തലവേദന വരുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയണം. തലവേദന വന്ന ഉടനെ തന്നെ സ്കാൻ എടുക്കണം എന്നുള്ള ഒരു പ്രവണതയും അത് തീർച്ചയായിട്ടും നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു പ്രവണതയാണ്. ഡോക്ടർ, സ്കാനിങ് താങ്കൾ പറഞ്ഞ പോലെ 2 തരമുണ്ടല്ലോ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന സ്കാനിങ് ഏതാണ്? അതുപോലെ ഈ ആൻജിയോഗ്രഫി എന്ന് പറയുന്നത് സ്കാനിങ്ങിൻ്റെ ഒരു വിഭാഗമാണോ? സ്കാനിങ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തലച്ചോറ് തലയോട്ടിക്കുള്ളിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ എക്സ്റേ ഒന്നും വെച്ചിട്ട് തലച്ചോറിനെ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി തലച്ചോറിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്ന ഒരു സങ്കീർണമായിട്ടുള്ളൊരു സംവിധാനമാണ് സ്കാനിങ്. പലതരത്തിലുള്ള സ്കാനിങ് ഉണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ പ്രചാരത്തിലുള്ളത് 2 എണ്ണമാണ്. ഒന്ന് CT സ്കാൻ എന്നുള്ളത്, അത് ഈ എക്സ്റേക്കൊക്കെ സമാനമായിട്ടുള്ള സംവിധാനം ഉപയോഗിച്ചെടുക്കുന്നതാണ്. മറ്റത് MRI സ്കാൻ എന്നുള്ള MRI സ്കാൻ കുറച്ചുകൂടി വിപുലമായിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ കിട്ടും. CT സ്കാൻ കൊണ്ട് കിട്ടാത്ത പല കാര്യങ്ങളും MRI സ്കാനിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ MRI സ്കാനിങ് കൂടുതൽ ചിലവേറിയതും കൂടുതൽ സമയം എടുക്കുന്നതുമാണ്. MRI സ്കാൻ എടുക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലിപ്പം മിക്കവാറും ഉണ്ടെങ്കിലും CT സ്കാൻ പോലെ അത്ര വിപുലമായിട്ട് MRI സ്കാൻ എടുക്കാനുള്ള സംവിധാനം നമുക്കില്ല. ആൻജിയോഗ്രഫി ഈ തലച്ചോറിനുള്ളിലെ രക്തക്കുഴലുകളെ തിരിച്ചറിയാൻ, രക്തക്കുഴലുകളെക്കുറിച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ രക്തക്കുഴലുകളുടെ ചിത്രം എടുക്കുന്ന ഒരു സംവിധാനമാണ് ആൻജിയോഗ്രഫി. ഇപ്പോൾ ആൻജിയോഗ്രഫിയുടെ ഉപയോഗവും ഇപ്പം വളരെ കൂടി വരുന്നുണ്ട്. പ്രധാനമായിട്ടും ആൻജിയോഗ്രഫി ആവശ്യം വരുന്നത് തലവേദനയ്ക്കല്ല, ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം, മസ്തിഷ്ക ആഘാതം. അപ്പോൾ അങ്ങനത്തെ ഒരു രോഗത്തിനാണ്, ഈ ഒരു വശം തളർന്നു പോകുന്ന ആ രോഗത്തിനാണ് ആൻജിയോഗ്രഫിയുടെ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ സ്കാനിങ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും ആൻജിയോഗ്രഫി ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്കാനിങ് ചെയ്ത് തലച്ചോറിൻ്റെ ചിത്രങ്ങളെടുത്ത് തലച്ചോറിനുള്ളിലുള്ള രക്തക്കുഴലുകളുടെ ചിത്രം അതിൻ്റെ ഫലമായി എടുക്കുന്ന പ്രത്യേക തരത്തിലുള്ള സാങ്കേതികമായിട്ട് വിദ്യ ഇപ്പോഴുണ്ട്. അപ്പോൾ ഇപ്പോൾ CT സ്കാൻ ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിനെ CT ആൻജിയോഗ്രഫി എന്ന് പറയും. അല്ല MRI സ്കാൻ ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിനെ MR ആൻജിയോഗ്രഫി എന്ന് പറയും. അപ്പം അതൊരു സ്കാനിങ്ങിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടുള്ള ഒരു പരിശോധന രീതിയാണെന്ന് മാത്രം. എന്തായാലും ഭൂരിഭാഗം തലവേദനകൾക്കും സ്കാനിങ് വേണ്ട എന്നാണ് ഡോക്ടർ പറയുന്നത്. എന്ന് കരുതി തലവേദന വന്നു എന്ന് കഴിഞ്ഞാൽ അത് പൂർണ്ണമായും തള്ളിക്കളയരുത്. ഒരു ഡോക്ടറിനെ സമീപിച്ച് വേണം ഒരു തീരുമാനം, തലവേദന ഏത് തരത്തിലുള്ളതാണെന്നുള്ള തീരുമാനം എടുക്കേണ്ടത് എന്നാണ് ഡോക്ടർ പറയുന്നത്. എല്ലാതരം തലവേദനയ്ക്കും സ്കാനിങ് ആവശ്യമാണോ എന്നതായിരുന്നു ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയം. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം കുമാരപുരത്തെ അനുഗ്രഹം ന്യൂറോ കെയറിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ റോബർട്ട് മാത്യു ആണ്. ഡോക്ടർ വളരെയധികം നന്ദി ആരോഗ്യ വാർത്തകളിൽ പങ്കെടുത്ത് വിവരങ്ങൾ പങ്കുവച്ചതിന്. ഒരിടവേള കൂടി. ഓർമ്മയ്ക്കും ബുദ്ധിക്കും ഞാവൽ പഴം അത്യുത്തമമെന്ന പഠനം. ദിവസവും 30 മില്ലി ഞാവൽ ജ്യൂസ് കഴിക്കുന്നത് പ്രായമായവരിൽ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതായി കണ്ടെത്തി. ഞാവൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടുന്നു. അപ്രകാരം തലച്ചോറ് കൂടുതൽ ഊർജ്ജസ്വലമാകുന്നതായും ഓർമ്മശക്തി മെച്ചപ്പെടുന്നതായും കണ്ടുപിടിച്ചു. ബ്രിട്ടനിലെ എക്സീറ്റർ സർവകലാശാലയിലെ ഗവേഷകരാണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. പഠനത്തിനായി ആരോഗ്യവാന്മാരായ 26 പേരെയാണ് തെരഞ്ഞെടുത്തത്. ഇവരിൽ കുറച്ചു പേർക്ക് ഞാവൽപ്പഴം കുറച്ചുനാൾ പതിവായി കഴിക്കാൻ നൽകുകയും തുടർന്ന് MRI സ്കാൻ ഉപയോഗിച്ച് ഇവരുടെ തലച്ചോറിന്റെ പ്രവർത്തനം നിരീക്ഷിക്കുകയുമായിരുന്നു. തുടർന്ന് നടത്തിയ ഓർമ്മ പരീക്ഷകളിൽ മികച്ച പ്രതികരണവും ഉണ്ടായി. നിരവധി ആന്റി ഓക്സിഡന്റുകളാണ് ഞാവൽപ്പഴത്തിൽ ധാരാളം അടങ്ങിയിരിക്കുന്നത്. ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amrthatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amrthatv സന്ദർശിക്കുക.
ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. നമസ്കാരം.